ഫിലിപ്പ് മമ്പാട് നിരപരാധിയല്ല. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന ലഹരി വിരുദ്ധ പ്രചാരകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ആസൂത്രിതമായി നടപ്പിലാക്കിയ കുറ്റകൃത്യമെന്ന സ്ഥിരീകരണം. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന്. കഴിഞ്ഞ 16-ാം തീയതിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേഷണൽ സ്പീക്കറും ലഹരി വിരുദ്ധ പ്രചാരകനുമെല്ലാമായ ഫിലിപ്പ് മമ്പാട് എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. വലിയ ഞെട്ടലോടെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാർത്ത ചർച്ചാ വിഷയമായത്. കോഴിക്കോട് ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേസ് നിലമ്പൂർ പോലീസിന് കൈമാറുകയായിരുന്നു. സംഭവത്തിൽ ഗൗരവമേറിയ ആരോപണങ്ങളാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഫിലിപ്പ് മമ്പാടിനെതിരെയുള്ളത്. ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്ത് പോലീസ് ID കാർഡ് കാണിച്ചു. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതീവ ഗുരുതരമായ കുറ്റകൃത്യമെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതി കൂടി തന്നെ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതാണെന്നും മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നുവെന്നുമാണ് കുട്ടിയെ ധരിപ്പിച്ചിരുന്നത്. സമൂഹത്തിൽ സ്വാധീനമുള്ള പ്രതി മനഃപൂർവ്വം ചെയ്ത ഗുരുതര കുറ്റകൃത്യമായതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും പോലീസ് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ജാമ്യം നൽകിയാൽ അത് നിയമവ്യവസ്ഥയെ സമൂഹം സംശയത്തോടെ കാണാൻ ഇടയാക്കുമെന്നും പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സ്വാധീനമുണ്ടെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.